അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ റമദാന് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തരിലേക്കും ഏറ്റവും നല്ല രൂപത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലയ്ക്കും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെ ഏറ്റവും പൂർണ്ണമായ നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നമ്മളിൽ ഓരോരുത്തരിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ എത്തിച്ചു തരികയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിട്ടും കരസ്ഥമാക്കുന്ന ആളുകളിൽ നമ്മ ഓരോരുത്തരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെ നമ്മൾ റമദാനിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിധിവിലക്കുകളും അതിൻ്റെ മര്യാദകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മദീനയിലെ മസ്ജിദ് നബവിയിലെ മുദർരിസും ജാമിഅ ഇസ്ലാമിലെ അധ്യാപകനുമായ വളരെ ലോക അടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെട്ട സലഫി പണ്ഡിതനായ അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ എന്ന് പറയുന്ന പണ്ഡിതന്റെ മഖാലാത്തുൻ റമദാനിയ എന്ന പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ പുസ്തകം മുഴുവനായിട്ട് വായിച്ച അർത്ഥം പറയുക എന്നുള്ളത് പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ പരമാവധി ചോർന്നു പോകാത്ത രൂപത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുസ്തകം കൊണ്ട് കിട്ടേണ്ട ഗുണം നമ്മുടെ ഈ സംസാരം കൊണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഇവിടെ ആദ്യം കൊടുക്കുന്നത് ഒന്നാമത്തെ വിഷയം ഇസ്തിഖ്ബാലു ഷഹരി റമദാൻ, റമദാൻ മാസത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ ആദ്യം കൊടുക്കുന്ന പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അവൻ അവന്റെ അടിമകൾക്ക് അവരുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനും അവരുടെ സ്വർഗത്തിലെ പദവികൾ വർദ്ധിപ്പിക്കാനും അവർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ മറ്റുള്ള അപാകതകളൊക്കെ പരിഹരിക്കപ്പെടാനും ഒക്കെ ചില സന്ദർഭങ്ങൾ, ചില സീസണുകൾ അല്ലെങ്കിൽ ചില സമയങ്ങൾ പ്രത്യേകം നിശ്ചയിക്കുക എന്നുള്ളത് അത് റബ്ബിന്റെ റഹ്മത്തിൽ പെട്ടതാണ്, അവന്റെ കാരുണ്യത്തിൽ പെട്ടതാണ്. എന്നുവെച്ചാൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുപ്പിച്ചു തരികയും നമ്മുടെ നന്മകൾ സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ കൂടെ ഇതിനു വേണ്ടി തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളത് റബ്ബിന്റെ മഹത്തായ റഹ്മത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതായി അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള റമദാൻ മാസത്തെ പറ്റിയാണ്. അതിവിടെ ആയത്തിൽ പറഞ്ഞതുപോലെ ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് ഹിദായത്തായിട്ടും അതുപോലെ തന്നെ വ്യക്തമായ തെളിവുകളായിട്ടും അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. ഇപ്പൊ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണല്ലോ, ഏറ്റവും അഫ്ളലായ സൃഷ്ടിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട, അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ മികച്ച ഗ്രന്ഥം അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് ഈ മാസത്തെ റമദാൻ മാസത്തെയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ഈ മാസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള ശ്രേഷ്ഠത മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ അതിനെ സംബന്ധിച്ച് പുകഴ്ത്തി രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത് റഹ്മത്തിന്റെ മാസമാണെന്നും ബറക്കത്തുകളുടെ മാസമാണെന്നും അതുപോലെ തന്നെ നോമ്പിന്റെയും രാത്രി നിസ്കാരത്തിന്റെയും മാസമാണെന്നും അതുപോലെ തന്നെ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിന്റെ മാസമാണെന്നൊക്കെ അങ്ങനെ ഒരുപാട് റമദാന്റെ പ്രത്യേകതകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിനെ ഈ ഒരു മാസം കടന്നു വരുമ്പോൾ അവരെ അതുകൊണ്ട് സന്തോഷിപ്പിക്കാറുണ്ട്. ഈ ഒരു മാസം ഇതാ നമ്മളിലേക്ക് വന്നെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് അവരെ ആ ഒരു മാസത്തിൽ അങ്ങേയറ്റം അമലുകൾ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതില് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും ഒക്കെ, അത് നിസ്കാരമാണെങ്കിലും സ്വതക്കയാണെങ്കിലും
അതുപോലെ തന്നെ നന്മകൾ, മറ്റെല്ലാ രൂപത്തിലുള്ള നന്മകളാണെങ്കിലും പള്ളികളിൽ എപ്പോഴും രാത്രിയും പകലും ഇല്ലാതെ പള്ളിയിൽ കഴിച്ചുകൂട്ടലാണെങ്കിലും രാത്രി നിസ്കാരമാണെങ്കിലും അങ്ങനെ ആ ഒരു മാസത്തിന്റെ സമയങ്ങൾ മുഴുവനും ദിക്ർ കൊണ്ടും മറ്റുള്ള ഖുർആൻ പാരായണം കൊണ്ടും മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ടും നിറയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിന് ചില ഹദീസുകളോട് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഹാദാ റമദാനു ഖദ് ജാഅ, ഇതാ റമദാൻ വന്നിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ. ഈ ഒരു മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും. വതുസൽസലു ഫീഹി ശയാത്തീൻ, ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ മാസം കടന്നു വരുന്ന മാസം ആവാനായ സമയത്ത് പറയാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹദീസിലൂടെ കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രി ആയാൽ സുഫിദത്തി ശയാത്തീനു വ മറദത്തുൽ ജിൻ, ജിന്നുകളിലെ മോശപ്പെട്ട ആളുകൾ, അതിലെ ഏറ്റവും അക്രമകാരികളും അല്ലെങ്കിൽ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളും ശൈത്താന്മാരും എല്ലാവരും ചങ്ങലക്കിടപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടും, അതിലൊരു വാതിലും തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്നതി ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും, ഒരു വാതിലും അടയ്ക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് കടന്നു വരൂ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്നവനെ ആഗ്രഹിക്കുന്നവനെ നീ പുറകോട്ട് പോകൂ എന്നൊരാൾ വിളിച്ചു പറയപ്പെടും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, ഈ മാസത്തിൽ അള്ളാഹുവിന് നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കപ്പെടുന്ന അടിമകളുണ്ട്. വദാലിക കുല്ലു ലൈല, അതെല്ലാ രാത്രിയിലും ഉണ്ട്. പക്ഷെ എല്ലാ രാത്രി റമദാനിന്റെ ഓരോ രാത്രികളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും ഈ മാസത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറ്റി അബൂ ഹുറൈറ പറയാണ്, ലമ്മ ഹദറ റമദാനു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ഇതേ ആശയത്തുള്ള ഹദീസ് തന്നെയാണ്. റമദാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, മറ്റൊരു ഹദീസ് ഇവിടെ കൊടുക്കുകയാണ്. അതില് നേരത്തെ പറഞ്ഞതുപോലെ ഖദ് ജാഅക്കും റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ വന്നിരിക്കുന്നു. ഷഹറുൻ മുബാറക്കുൻ, ബറക്കത്ത് കൊണ്ട് നിറഞ്ഞ ഒരു മാസമാണ്. ഇഫ്തറദല്ലാഹു അലൈക്കും സിയാമഹു, ആ ഒരു മാസം നോമ്പെടുക്കൽ അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ ആ മാസത്തിൽ തുറക്കപ്പെടും. വയുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകവാതിലുകൾ ആ മാസത്തിൽ അടയ്ക്കപ്പെടും. വതുഗല്ലു ഫീഹി ശയാത്തീൻ, ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടും. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹരിൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയുടെ പ്രത്യേകത എന്താ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. മൻ ഹുരിമ ഖൈറഹ ഖദ് ഹുരിമ, ആരാണോ ഇതിന്റെ ഖൈറ് നഷ്ടപ്പെട്ടത് അവൻ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഇവിടെ എടുത്തു കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ ഷഹറുൻ മുബാറക്ക്, ബറക്കത്ത് കൊണ്ട് നിറഞ്ഞ മാസം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ മാസത്തിലെ ഓരോ സമയങ്ങളും ഓരോ സെക്കൻഡുകളും അത് ബറക്കത്തുള്ള സമയങ്ങളാണ്. അതെന്ന് വെച്ചാൽ ആ സമയത്തിനൊരു ബറക്കത്തുണ്ട്, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലിന് ബറക്കത്തുണ്ട്. അത് മാത്രല്ല ആ ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലത്തിനും ഒക്കെ എല്ലാത്തിനും എന്തുണ്ട്, ബറക്കത്തുണ്ട്. ഏതുപോലെ ലൈലത്തുൽ ഖദർ, അതൊരൊറ്റ രാത്രിയാണ്. പക്ഷെ ആ ഒരു രാത്രി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതേ പ്രവർത്തനം 1000 മാസം ചെയ്താലുള്ള പ്രതിഫലത്തേക്കാൾ കൂടുതൽ
അയാൾക്ക് ആ ഒരു രാത്രി കൊണ്ട് ലഭിക്കും. അതുപോലെ തന്നെ നന്മകൾ എന്ത് ചെയ്യും? അതിന്റെ പ്രതിഫലത്തിന്റെ വർധനവുണ്ടാവും. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും, ശൈത്താന്മാർ ചങ്ങലക്കിടും. ഇതൊക്കെ ഈ മാസത്തിന്റെ ബറക്കത്തുകളിൽ പെട്ടതാണ്. പിന്നെ അതിനുശേഷം ഇവിടെ കൊടുക്കുന്ന ഹദീസ് സ്വഹീഹൈനിലുള്ള അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ മാസത്തിൽ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിക്കുന്നത്, അവന് മുൻപ് കഴിഞ്ഞ തിന്മകൾ, അവന്റെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ലൈലത്തുൽ ഖദ്റിന് ആ രാത്രിയിൽ നിസ്കരിക്കുന്നത്, അവൻ എന്ത് ചെയ്യും? അത് ഈമാനോടുകൂടി, ഇഹ്തിസാബ്, ഈമാൻ ഉണ്ടായിരിക്കണം, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുമ്പ് കഴിഞ്ഞ ചെറുപാപങ്ങളെല്ലാം ആ ഒരു ദിവസത്തെ രാത്രിയിലെ നിസ്കാരം കൊണ്ട് പൊറുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ മറ്റ് ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ. നേരത്തെ പറഞ്ഞത് ലൈലത്തുൽ ഖദറിലെ മാത്രം കാര്യമാണ്. ഇവിടെ പറയുന്നത് റമദാൻ മൊത്തം, റമദാനിലെ എല്ലാ രാത്രികളിലും ഒരാൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അതെങ്ങനെ? ഈമാനൻ വഹ്തിസാബ, ഈമാൻ ഉണ്ടായിരിക്കണം, ഇഹ്തിസാബ്, അള്ളാഹുവിനെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ മുൻപ് കഴിഞ്ഞ പാപങ്ങളെല്ലാം, ചെറുപാപങ്ങളൊക്കെ അവന് പൊറുപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഹഫിദുല്ലാഹ്, അയാൾക്ക് സംഭവിക്കാൻ ഉള്ള ഏറ്റവും വലിയ നഷ്ടമാണെന്ത്? അയാൾക്ക് ഈ മാസം കിട്ടുകയും എന്നിട്ട് എന്നുവെച്ചാൽ മഗ്ഫിറത്തിന്റെ മാസമായ ഈ മാസം, റമദാൻ മാസം ഒരാൾക്ക് വന്നെത്തി കിട്ടുകയും അത് അയാളിലൂടെ കടന്നു പോവുകയും എന്നിട്ടും അവന്റെ തെറ്റുകൾ മുഴുവൻ പൊറുപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യാന്നുള്ളത്, അത് ഒരാൾക്ക് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ നഷ്ടമാണ്. കാരണം അത്രയും വലിയ പോരായ്മ കാണിച്ച, തൗബ ചെയ്യാതെ അല്ലെങ്കിൽ അത്രയധികം അലംഭാവം കാണിച്ച ഒരാൾക്കല്ലാതെ റമദാനിൽ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാതിരിക്കൂല. അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നന്മകളിൽ മുന്നിടാതെ, നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കാതെ, അങ്ങനെ എന്താ പറയാ, അത്രയും വളരെ മോശപ്പെട്ട, അങ്ങേയറ്റം നശിക്കാൻ അർഹനായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഒരാളല്ലാതെ ഈ ഒരു റമദാൻ മാസം കിട്ടിയിട്ടും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാതെ ബാക്കിയാവുകയില്ല. അത് ഇവിടെ അതിന് തെളിവ് കൊടുക്കുന്നുണ്ട്. ഇവിടെ തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ഒന്നാമത്തെ ഹദീസ്, അത് വലിയ ഹദീസാണ്. ഇതിൽ ചുരുക്കം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരിക, എന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ജിബ്രീൽ പറയണ കുൽ ആമീൻ, അതിന് ആമീൻ പറയാൻ കൽപ്പിക്കുക, ഈ 3 പ്രാർത്ഥനകളിൽ ഇവിടെ രണ്ടാമത്തെ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ഖാല യാ മുഹമ്മദ്, മുഹമ്മദേ, ജിബ്രീൽ പറയണം, മൻ അദറക ഷഹറ റമദാൻ ഫമാത ഫലം യുഗ്ഫർ ലഹു ഫഉദ്ഖില അന്നാറ ഫഅബഅദഹു അല്ലാഹ്. ഒരാൾക്ക് റമദാൻ മാസം കിട്ടിയിട്ട് അവൻ മരണപ്പെട്ടു പോകുന്നത് അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാതെ ആണെങ്കിൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും അവനെ അകറ്റിക്കളയുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കുൽ ആമീൻ, ജിബ്രീൽ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ആമീൻ പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതിൽ 3 പ്രാർത്ഥനകൾ ഇതേപോലെ തന്നെ, ഇതേ ആശയമുള്ള ഹദീസ് തന്നെയാണ്, അതിന്റെ മറ്റൊരു റിവായത്താണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥന, വറഗിമ അൻഫു റജുലിൻ, ഒരാളുടെ മൂക്ക് നിലത്ത് കുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ നിന്ദ്യനായിട്ടുണ്ട്, അവൻ നശിച്ചു പോകട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്നുള്ള അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ്. എങ്ങനെയുള്ള ആളാണ്? ദഖല അലൈഹി റമദാനു, അവനിൽ റമദാൻ കടന്നു വന്നു, സുമ്മൻസലഹ, എന്നിട്ട് റമദാൻ അവൻ എന്ത് ചെയ്തു? അവൻ പൂർത്തിയായി, റമദാൻ അവനിൽ നിന്ന് കഴിഞ്ഞുപോയി. ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നതിന് മുമ്പ്. റമദാൻ മുഴുവനും അവന് കിട്ടി,
ആ റമദാൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടും ഇവന്റെ തെറ്റുകൾ എന്ത് ചെയ്തിട്ടില്ല, മുഴുവനും പൊറുപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരാൾ നിന്ദിനായി തീരട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാം. അപ്പോ ഇവിടെ ചുരുക്കത്തിൽ ഇവിടെ ഷേഖ് താഴെ പറയുന്നത്, റമദാൻ മാസം എന്നുള്ളത് അത് ലാഭത്തിന്റെയും നമുക്ക് ഒരുപാട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഒരുപാട് ഖൈറുകൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് മാസങ്ങളിലേതിനേക്കാൾ വളരെയധികം ഇബാദത്തുകൾ കൊണ്ട് റമദാനിൽ പരിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ സലഫ് സ്വാലിഹ്യങ്ങൾ അവരും ഈ ഒരു മാസത്തെ വളരെയധികം ഗൗരവത്തിൽ തന്നെ എടുക്കാറുണ്ട്. അവര് ഈ ഒരു മാസത്തിൽ ഇബാദത്തുകൾക്കായിട്ട് ഒഴിഞ്ഞിരിക്കാറുണ്ട്. അവര് സമയങ്ങൾ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ അവരങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട് ഈ മാസത്തിൽ. അതിലെ ഉദാഹരണമായിട്ട് പറയാണ് സുഹരി റഹിമഹുള്ള, താബിഈ പണ്ഡിതനായ സുഹരി റഹിമഹുള്ള പറയാണ്, ഇദാ ദഖല റമദാൻ ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ വ ഇത്ആമു ത്വആം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാണ്, റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തു മാത്രമേ അവിടെ ഉള്ളൂ? തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവും ഇത്ആമു ത്വആം, ഭക്ഷണം നൽകലും മാത്രം. എന്നുവെച്ചാൽ റമദാനിൽ ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാത്ത സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, നോമ്പ് തുറപ്പിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സദഖകൾ നൽകൽ, ഇതൊക്കെ ഈ കാര്യങ്ങളെ റമദാനിലുള്ളൂ. എന്ന് വെച്ചാൽ റമദാനിൽ അവർ മൊത്തം ഈ ഒരു കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, സമയം നീക്കി വെക്കാറുള്ളൂ. അവരുടെ സമയം മുഴുവനും ഇത്തരം കാര്യങ്ങളിൽ അവർ നിറയ്ക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അവരുടെ സമയം അവർ നിറയ്ക്കാറുണ്ട്. അപ്പോൾ സലഫുകളുടെ രീതി ഇങ്ങനെയാണ്. റമദാൻ മാസത്തിൽ അവരങ്ങേയറ്റം പരിശ്രമിക്കും. അത് നോമ്പാണെങ്കിലും അല്ലെങ്കിൽ രാത്രി നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും മറ്റുള്ള ദിക്റുകളൊക്കെ വർദ്ധിപ്പിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ അവർക്ക് സാധിക്കുന്ന എല്ലാ നന്മകൾ കൊണ്ട് അവർ ഈ മാസത്തെ നിറയ്ക്കാറുണ്ട്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് പറയാണ്, റമദാൻ മാസം എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് ഹാജരായിട്ടുള്ള വളരെ മഹത്തായ ഒരു അതിഥിയെ പോലെ, ഒരു വളരെ മാന്യനായ അല്ലെങ്കിൽ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അതിഥി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങി അല്ലെങ്കിൽ ഏറ്റവും മാന്യമായ രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് അതിനു വേണ്ട എന്താ പറയാ, നമ്മൾ ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതെല്ലാം നിലയ്ക്ക് നമ്മൾ വൃത്തിയാക്കലും അലങ്കരിക്കലും അതുപോലെ തന്നെ ഭക്ഷണ സാമഗ്രികളൊക്കെ വാങ്ങിക്കലും നമ്മുടെ എല്ലാ സമ്പത്തും നമ്മൾ ചെലവഴിച്ചിട്ടാണെങ്കിലും ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ മാന്യതയ്ക്ക് അല്ലെങ്കിൽ അയാളുടെ പ്രാധാന്യത്തിന് യോജിക്കുന്ന രൂപത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ മാസത്തിൽ ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്ക് വന്നെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഏറ്റവും മാന്യനായ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ് റമദാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാൻ മാസം നമുക്ക് വന്നെത്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ എന്ത് ചെയ്യണം, സന്തോഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ നമ്മുടെ ആയുസ് ഈ റമദാനിലേക്ക് നീട്ടി തന്നതിൽ നമുക്ക് സന്തോഷം, അതൊരു അനുഗ്രഹമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളിൽ പലർക്കും പരിചയം ഉണ്ടാകും, നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട, അയൽക്കാരിൽ, നാട്ടുകാരിലൊക്കെ പെട്ട പലരും കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഇബാദത്തുകൾ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നമ്മളിലേക്ക് കിട്ടുക, നമുക്കൊരു റമദാൻ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് അത് റബ്ബ് നമുക്ക് കൂടുതൽ അനുഗ്രഹം തന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. കാരണം റമദാനിനേക്കാൾ നമുക്ക് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനും അവന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് കരസ്ഥമാക്കാനും വലിയ ദറജകൾ നമുക്ക് കരസ്ഥമാക്കാനും അതിനേക്കാൾ നമുക്ക് എളുപ്പമുള്ള മറ്റൊരു സന്ദർഭവും ഒരു മുസ്ലിമിന് കിട്ടാനില്ല. ഒരു റമദാൻ നമുക്ക് കൂടുതൽ കിട്ടിയാൽ അള്ളാഹ് നമുക്ക് കൂടുതൽ അനുഗ്രഹം തന്നു.
നമുക്ക് പുറത്തു തരാൻ റബ്ബ് കൂടുതൽ വഴികൾ എളുപ്പമാക്കി തന്നു. അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പദവികൾ ഉയർത്താൻ റബ്ബ് നമുക്ക് പിന്നെയും വഴികൾ തുറന്നു തരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയും, ഒരു വലിയൊരു അനുഗ്രഹം കിട്ടിയാലുള്ള സന്തോഷം നമുക്ക് ഉണ്ടാവുകയും, അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കും. എങ്ങനെ ശുക്ർ ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഈ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറ്റൊരു റമദാൻ നമ്മുടെ ആയുസ്സിൽ കിട്ടുക എന്നുള്ളത്. അത് മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിന് നമ്മൾ ശുക്ർ കാണിക്കുക എങ്ങനെയാ? നമ്മൾ പലപ്പോഴും എന്താ പറയാ, പല ആളുകളും കഴിഞ്ഞ റമദാനിൽ പല ഇബാദത്തുകളും ചെയ്യാൻ പറ്റാതെ അവസാനമൊക്കെ ആവുമ്പോൾ ഒരു വിഷമം, ഇത്ര ഓതി തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത്ര പേർക്ക് നോമ്പ് തുറപ്പിക്കണം എന്നുണ്ടായിരുന്നു പറ്റിയില്ല, അല്ലെങ്കിൽ പല ആളുകളും പല പ്രയാസങ്ങളും പലരും പറയാറുണ്ട്. ഇത് ഞാൻ ഇൻഷാ അള്ളാ എനിക്ക് അടുത്ത ആയുസ്, അടുത്ത വർഷം എനിക്ക് റമദാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നമ്മൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷം നിയത്താക്കിയിട്ടുണ്ട്, മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോ അത് ചെയ്യാൻ സാധിക്കണം. ഈ വർഷത്തെ റമദാനും കഴിഞ്ഞതുപോലെ തന്നെ അങ്ങനെ കടന്നു പോകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മള് എന്താ പറയാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു മുഅ്മിനിന് ഒരേ മാളത്തിന് 2 തവണ കടിയേൽക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാകണം. സമയം അങ്ങനെയാണ്, നമ്മൾ ആരെയും കാത്തു നിൽക്കുകയില്ല. അത് റമദാനും കാത്തു നിൽക്കൂല, അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും എന്താ പറയാ, കാത്തു നിൽക്കാതെ നമ്മളെ വിട്ട് ഓടി അകലുന്ന ഒരാളെ നമ്മൾ പിന്നാലെ പിടിക്കാൻ പോകുന്ന അതേ വേഗത്തിൽ, ആവേശത്തിൽ നമ്മൾ ഈ മാസത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ സാധിക്കുക. ഇവിടെ റമദാൻ മാസത്തിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ വിശദീകരിച്ച് പറയുന്നത്. അതായത് റമദാൻ മാസം അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണെന്നും, അത് അള്ളാഹു നമുക്ക് തന്നതാണ്, റബ്ബ് നമുക്ക് എളുപ്പമാക്കിയത് കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് എത്തിയത് എന്നുള്ള ആ ഒരു ബോധത റബ്ബിലേക്ക് ചേർത്തി, എനിക്ക് എൻ്റെ റബ്ബ് തന്നതാണ്, അവൻ എനിക്ക് എളുപ്പമാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഈ റമദാൻ വരെ എനിക്ക് ജീവിക്കാൻ സാധിച്ചത്, ആയുസ് നീട്ടി കിട്ടിയത്, അതല്ലാതെ എൻ്റെ ചെറുപ്പമോ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളല്ല എന്നെ ഈ റമദാനിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ ഈ കാര്യങ്ങൾ, ഈ ഒരു അനുഗ്രഹം റമദാനിനെ വലിയൊരു അനുഗ്രഹമായി നമ്മൾ തിരിച്ചറിയുകയും, ഈ അനുഗ്രഹം അള്ളാഹു തന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുകയുമാണ്. അപ്പൊ ആ ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകുമ്പോഴേ ഈ ഒരു അനുഗ്രഹത്തിന് എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കാൻ സാധിക്കുക എന്നുള്ള ആ ഒരു ചിന്ത അപ്പോഴേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത വന്നാലേ നമുക്ക് ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഇവിടെ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സുഹഫ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബിന്റെ പേരാണ് സുഹഫ്. അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ ഒന്നാമത്തെ രാത്രിയിലാണ്, റമദാൻ മാസത്തിലെ ഒന്നാമത്തെ രാത്രിയിലാണ്. അതുപോലെ തന്നെ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലെ 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടത്, അതായത് ഈസാ അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ 13 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. റമദാനിലെ
13 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ 24 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു. എന്നുവെച്ചാൽ ഓരോ നബിമാരുടെ കാലഘട്ടത്തിൽ ആ നബിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ അവതരിപ്പിച്ചു കൊടുക്കുന്നത് അതൊക്കെയും ഇവിടെ പറഞ്ഞു. പ്രധാനപ്പെട്ട കിതാബ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബും അതുപോലെ തന്നെ തൗറാത്തും ഇഞ്ചീലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതെല്ലാം റമദാൻ മാസത്തിൽ തന്നെയാണ്. അപ്പോ റമദാൻ മാസത്തിൽ ഖുർആൻ മാത്രമല്ല അവതരിപ്പിക്കപ്പെട്ടതെന്ന് അർത്ഥം. ഖുർആനും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വേദഗ്രന്ഥങ്ങളും ഈ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മാസമാണ് ഈ റമദാൻ മാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ നമ്മൾ വായിച്ചത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ഇജ്തനബൽ കബായിർ. വളരെ ശ്രദ്ധിക്കേണ്ട, റമദാനുമായി നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 5 നേരത്തെ നിസ്കാരം, അതുപോലെ തന്നെ ഒരു ജുമാ അടുത്ത ജുമാ വരേക്കും, ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കും അവയ്ക്കിടയിലുള്ളതിനെല്ലാം പൊറുപ്പിക്കുന്നതാണ് ഒരാൾ വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ. ഒരാൾ വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ 5 നേരത്തെ നിസ്കാരം എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ഒരാൾ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചു, അതേപോലെ തന്നെ ളുഹർ നിസ്കാരവും നിസ്കരിച്ചു. ഇവന്റെ ഈ സുബ്ഹി നിസ്കാരവും ളുഹർ നിസ്കാരവും കാരണത്താൽ ഈ 2 നിസ്കാരങ്ങൾക്കിടയിൽ ഇവന് സംഭവിച്ച ചെറുപാപങ്ങളൊക്കെ ഇവന് പൊറുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരാൾ ഒരു ജുമയിൽ പങ്കെടുത്തു, പിന്നെ അടുത്ത ആഴ്ചയിലുള്ള ജുമയിലും പങ്കെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 2 ജുമകൾ കാരണത്താൽ ഇവന്റെ ആ ഒരാഴ്ചയിൽ സംഭവിച്ച ചെറുപാപങ്ങളൊക്കെ ഇവന് പൊറുപ്പിക്കപ്പെടും. അതേപോലെ തന്നെ റമദാനും റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കും. അപ്പോൾ നമ്മൾ ഈ റമദാനിൽ കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് അടുത്ത റമദാൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ റമദാൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലത്തിനിടയിൽ സംഭവിച്ച ചെറുപാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടാൻ ഈ റമദാൻ 2 റമദാനുകൾ കാരണമായി തീരും. ഈ 2 റമദാനുകൾ കാരണമായി തീരും. എങ്ങനെയാണെങ്കിൽ ഇത് ഇജ്തനബൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ. വൻപാപങ്ങൾ ഒഴിവാക്കുന്ന ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ 5 നേരത്തെ നിസ്കാരവും അതുപോലെ തന്നെ ജുമയും അതുപോലെ തന്നെ റമദാനും ഇത് ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇവന്റെ എല്ലാ തിന്മകളും ചെറുപാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? റമദാനിലേക്ക് കടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് ഈ റമദാനിന്റെ ഗുണം അല്ലേ, നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഈ റമദാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം. തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ട് അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്ക് നന്മകൾ ഒരുപാട് കരസ്ഥമാക്കി നമ്മുടെ ആഖിറത്തിൽ സ്വർഗത്തിലെ പദവികൾ വലുതാക്കുക, ഇതിങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾക്കുള്ളതിൽ ഏറ്റവും നമ്മൾ പേടിക്കുന്ന, ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് നമ്മൾ വൻപാപങ്ങൾ ഒഴിവാക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. വൻപാപങ്ങൾ എന്നുള്ള തിന്മകൾ, അതിൽ നിന്നെല്ലാം തൗബ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി. അതായത് നമ്മൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഏതൊക്കെയാണ് വൻപാപങ്ങൾ, അതിന്റെ ഓരോന്ന് ഇനങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം അറിവുകൾ കരസ്ഥമാക്കാൻ മറ്റെന്തെങ്കിലും വഴികൾ സ്വീകരിക്കുകയും അതിലൂടെ അത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അങ്ങനെ ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തൗബ ചെയ്ത്, എന്നുവെച്ചാൽ ഇനി പല ആളുകളും ചെയ്യുന്നത് പോലെയല്ല,
പല ആളുകളും ചെയ്യാറുള്ളത് റമദാൻ ആകുമ്പോൾ തൽക്കാലം തെറ്റുകളൊന്ന് പൗസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇനി റമദാൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ തിന്മകൾ ഇനി ചെയ്യാം എന്നുള്ള നിലയ്ക്ക് പല ആളുകളും ചിന്തിക്കാറുണ്ട്. അതെന്തല്ല, അത് ശരിയായ തൗബയാകൂല, അവൻ ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയില്ല. മറിച്ച് ഈ തെറ്റുകൾ ഈ റമദാനോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ റമദാനിലും ഈ തെറ്റുകൾ ഉണ്ടാവൂല, ഇനി വരും ജീവിതത്തിലും എനിക്ക് ഈ തെറ്റുകൾ ഉണ്ടാവൂല എന്ന നിലയ്ക്ക് ഉറച്ച തീരുമാനം. ആ തെറ്റുകൾ, എല്ലാ തെറ്റുകൾക്കും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയമാണിത്. ഈ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, റമദാനിലേക്ക് പ്രവേശിക്കാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. ഇദജ്തനബൽ കബായിർ, വൻപാപം ഒഴിവാക്കിയാൽ, വൻപാപം ഒഴിവാക്കാത്ത ഒരാൾക്ക് അവന്റെ റമദാൻ കൊണ്ട് എന്ത് ചെയ്യില്ല, തെറ്റുകൾ പൊറുപ്പിക്കപ്പെടൂല. വലിയ പ്രശ്നമാണ്, അപകടമാണ്. നേരത്തെ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ റമദാൻ കൊണ്ട് തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളെ പറ്റി പ്രാർത്ഥിച്ചെന്താ, അവൻ നിന്ദ്യനായി തീരട്ടെ, തൊലഞ്ഞു പോകട്ടെ എന്ന് മാത്രമല്ല, ജിബ്രീൽ അത് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ പറയാൻ കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നുണ്ട്. അപ്പോൾ വിഷയം വളരെ ഗൗരവമാണ്. നമ്മൾക്ക് ഈ റമദാൻ എന്നുള്ള അനുഗ്രഹം അള്ളാഹു തന്നിട്ട് നമ്മൾ അതിന് വേണ്ട വിധം നന്ദി കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യം. നമ്മൾക്ക് സാധിക്കുന്നതിന്റെ മാക്സിമം ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള, നമ്മൾ ഇതുവരെ പലതും നമുക്ക് പറ്റിയിട്ടുണ്ടാവും, മാനുഷികമാണ്, സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇതോടുകൂടെ നമുക്കറിയാം, നമ്മൾ ഈ റമദാൻ മാസത്തിൽ പകലിൽ നമ്മൾ നോമ്പിൽ നമുക്ക് ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്. ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഹലാലാണ്. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല? അത് നമുക്ക് സാധിക്കാത്തതല്ല, ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ആ തിന്മ ഒഴിവാക്കാൻ കഴിയൂല, ഇത്ര വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ടത് പറ്റൂല എന്ന് ശൈത്താൻ നമ്മൾ തോന്നിപ്പിക്കുന്നതാണ്. നമുക്ക് അള്ളാഹുവിന് വേണ്ടി ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു ഹലാലാക്കി തന്ന വിഷയങ്ങൾ പോലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഉറപ്പായും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അത് സാധിക്കുന്നു മാത്രമല്ല, സാധിക്കണം. എങ്കിലേ നമുക്ക് ഈ റമദാൻ ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അത് വരും ഹദീസുകൾ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങൾ വിശദീകരിക്കും. ഒരാളുടെ നോമ്പിന്റെ പകലിൽ അയാൾ വളരെ വൃത്തികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കാതെയാണ് അയാളുടെ നോമ്പിന്റെ പകലെങ്കിൽ അവൻ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിലേക്ക് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഈ വൻപാപങ്ങൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ, ഒഴിവാക്കി തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, അതേ വൻപാപങ്ങളുമായിട്ടാണ് നമ്മൾ റമദാനിലേക്ക് കടക്കുന്നതെങ്കിൽ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ആ ചെയ്യുന്ന നോമ്പിൽ നമ്മൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് പോലും എന്ത് ചെയ്യും, അത് വെറുതെ ആകും. അതുകൊണ്ട് യാതൊരു എന്ത് ചെയ്യില്ല, പ്രതിഫലം റബ്ബിന്റെ അടുക്കൽ കിട്ടുകയില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അപ്പോ എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് അങ്ങേയറ്റം ഒരു നിലയ്ക്കും പ്രയോജനമില്ലാത്തൊരു പ്രവർത്തനമാകുന്ന എത്രമാത്രം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രയത്നിച്ച് നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ചൂട് കാലത്തൊക്കെയാണ് നോമ്പ് വരുന്നത്, അതിന്റെ പ്രയാസം ഉണ്ടാവും, ഒരുപാട് ദാഹം ഉണ്ടാവും. ഇതൊക്കെ സഹിച്ചിട്ട് ഇതൊക്കെ വെറുതെ ആയി പോകുന്നത് എത്രമാത്രം നമുക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം നമ്മുടെ വിശപ്പ് സഹിച്ചു നിർത്തുക, ദാഹം പിടിച്ചു വെക്കുക എന്നതിലുപരി നമുക്ക് നമ്മുടെ സ്വന്തം നെഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നെഫ്സ് നമ്മളെ ഹറാമിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് അത് പിടിച്ചു നിർത്താൻ സാധിക്കണം. ഇത് അള്ളാഹ് ഹറാമാക്കിയതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യൂല, എനിക്കത് എൻ്റെ മനസ്സിന് അങ്ങേയറ്റം ചെയ്യാൻ താല്പര്യമുണ്ട്,
മനസ്സതിലേക്ക് എന്നെ പിടിച്ചു വലിക്കുന്നുണ്ട്, എന്നാലും ഞാനത് ചെയ്യൂല എന്ന് നമുക്ക് നമ്മുടെ നെഫ്സിനെ പിടിച്ചു നിർത്താൻ, നമ്മൾക്ക് നമ്മുടെ നെഫ്സിനെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു പരിശീലന കളരിയാണ് ശരിക്കും റമദാൻ എന്നുള്ളത്. അത് നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് ആകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ റമദാന് വേണ്ടി ഒരുങ്ങണം, തയ്യാറെടുക്കണം. ആ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റമദാനിലേക്ക് നമ്മളിപ്പോ ഇന്ന് മഗ്‌രിബ് ആയി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ റമദാൻ ആരംഭിക്കും. ഈ മഗ്‌രിബ് ആവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ഇതുവരെ ചെയ്ത എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്യാം. എല്ലാ തിന്മകളിൽ നിന്നും ഒന്നും ബാക്കി വെക്കണ്ട. ചെറുതായിക്കോട്ടെ, വൻപാപായിക്കോട്ടെ, ചെറുപാപായിക്കോട്ടെ, എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ ഇപ്പൊ തന്നെ ആരെങ്കിലും തൗബ ചെയ്തിട്ടുണ്ടെങ്കിലും തൗബ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിലും ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് റമദാനെ വരവേൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാ. അങ്ങനെ തൗബ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ആ തെറ്റ് നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത്, സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്തേത് ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതിൽ നമുക്ക് വിഷമമുണ്ടാവുക, സങ്കടം, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ കരച്ചിൽ വരിക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇനി എൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കലാണ്. അതിനിപ്പോൾ റമദാൻ ആണെങ്കിലും അല്ല ഇനി റമദാൻ കഴിഞ്ഞാലും ഒക്കെ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ആ തെറ്റുകൾ, ആ ഹറാമുകൾ ഞാൻ ചെയ്യുകയില്ല. ഈ ഹറാമ് ഞാൻ കേൾക്കൂല, അല്ലെങ്കിൽ ആ ഹറാമ് ഞാൻ കാണൂല, മ്യൂസിക് കേൾക്കൂല, അല്ലെങ്കിൽ സിനിമ കാണൂല. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം കടന്നു വരുന്ന ഹറാമുകൾ ഞാൻ ഇനി ഇതോടുകൂടി നിർത്തിയിരിക്കുകയാണ് എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക. ഇത് മൂന്നും ഒത്തു വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടുന്നതായി തീർക്കാൻ സാധിക്കും. അതോടുകൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് വേഗം അവസാനിപ്പിക്കാം. അതായത് സലഫുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ, താബിഈയായ ശിഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് വേണ്ടി തയ്യാറെടുക്കുന്നത്, റമദാനിന് വേണ്ടി ഒരുങ്ങാറുള്ളത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ ആരോടും മനസ്സിൽ ഒരു വിദ്വേഷവും വെച്ചു പുലർത്താതെ, അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഞങ്ങൾ റമദാനിനെ വരവേൽക്കാറുള്ളത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ, അള്ളാഹുവിന്റെ അടിമകൾ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ, പോരായ്മകൾ, അതിലെന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമാണ്, എന്തെങ്കിലും ചട്ടിയും കലവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുന്നൊക്കെ നാട്ടിൽ പറയാറുണ്ട്. അതുപോലെ അയൽക്കാരാകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബക്കാരാകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും അപാകതകൾ വരാം, അത് സ്വാഭാവികമാണ്. അതെല്ലാം മാനുഷികമായിട്ടുള്ള ഒരു ഒരു നിലയ്ക്ക് കണ്ടിട്ട് അതെല്ലാം ഉണ്ടാകാം, അതെല്ലാം സംഭവിക്കാം, ആരും തെറ്റുകൾ പറ്റാത്തവരല്ലല്ലോ എന്ന നിലയ്ക്ക് മാത്രം അതിനെ കണക്കാക്കി പരമാവധി എല്ലാവർക്കും, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പുറത്തു കൊടുക്കുകയും, നമ്മൾ അങ്ങോട്ട് ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ റമദാൻ ആകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ഈ ഒരു കിതാബ് ശരിക്കും വായിക്കാൻ ഉദ്ദേശിച്ചിരുന്ന റമദാൻ 1 മുതലാണ്. പക്ഷെ ഈ റമദാനിലേക്ക് കടക്കുന്നതിന് തലേ ദിവസം തന്നെ ഈ ഒരു തുടക്കം, ഈ ആദ്യത്തെ ക്ലാസ് നമ്മൾ പറയാൻ നിശ്ചയിക്കാൻ പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മൾ ഏറ്റവും വൃത്തിയായി ഒരുങ്ങി തയ്യാറെടുത്തിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ പടപ്പുകളോട് എന്തെങ്കിലും അതിങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം. കാരണം നമ്മൾ വിട്ടുകൊടുത്ത റബ്ബ് നമുക്കും വിട്ടുതരും. അതല്ല നമ്മൾ അങ്ങോട്ട് ആരോടെങ്കിലും പൊരുത്തം വാങ്ങിക്കാനുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റമദാനെ വരവേൽക്കുക അല്ലെങ്കിൽ ഒരുങ്ങുക, നമ്മൾ അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞതിന്റെ മൊത്തം ആകത്തുക എന്ന് പറയുന്നത്, ഒന്നുകൂടെ
ആരെങ്കിലും റേഞ്ച് കട്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഖുലാസ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ ഒരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല എന്നുള്ള ബോധമാണ്. ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയലാണ്. നമുക്ക് പ്രാപഞ്ചികമായിട്ട് പോലും നോക്കുകയാണെങ്കിൽ ഒരുപാട് എളുപ്പങ്ങൾ അള്ളാഹു റമദാൻ മാസത്തിൽ മാത്രം, അത് വേറൊരു മാസത്തിലുമില്ല. സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും. നമ്മൾ നേരത്തെ വായിച്ചു. നരകത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താ? സ്വർഗത്തിൽ പോവാൻ ഏത് വഴികൾ, കുറെ വഴികൾ റബ്ബ് എന്ത് ചെയ്യും? എളുപ്പമാക്കും. ആ മാസത്തിൽ ആളുകൾ ഒരുപാട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആ മാസത്തിൽ തന്നെ എല്ലാ നരകത്തിന്റെ വാതിലുകളും അടയ്ക്കും. എന്ന് പറഞ്ഞാൽ ഒരു ആളും നരകത്തിലേക്ക് പരമാവധി പോവാത്ത ഒരു മാസമാണ് എന്ത്? റമദാൻ മാസം. അതുപോലെ തന്നെ ശൈത്താന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിൽ നമ്മുടെ നെഫ്സ് നമ്മൾ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ തിന്മയെ അലങ്കരിച്ച് കാണിക്കാൻ, വസ്വാസം ഉണ്ടാക്കാൻ നമ്മുടെ തൊട്ട് കൂടെ, അല്ലെങ്കിൽ നമ്മളെ പലതരത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന, ആ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ശൈത്താന്മാരുണ്ടാവും. പക്ഷേ റമദാൻ മാസത്തിൽ ഈ ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടും. ചങ്ങലക്കിടപ്പെടുന്നു പറഞ്ഞാൽ അവർക്ക് പിന്നെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വസ്വാസാക്കാനോ അവരുടെ മറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാനോ അവർക്ക് സാധിക്കില്ല. അപ്പോ നമ്മൾക്ക് പിന്നെ ആകെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ളത് നമ്മുടെ നെഫ്സ് മാത്രമാണ്. ഈ നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പിന്നെ എളുപ്പമാകുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ ഭക്ഷണവും വെള്ളവും കുറയ്ക്കുക എന്നുള്ളത്. ഭക്ഷണവും വയറും എന്താ പറയുക, നമ്മുടെ ആമാശ എല്ലാ ശാരീരികമായിട്ട് ഭക്ഷണവും വെള്ളവും നിറയുമ്പോഴാണ് മറ്റുള്ള ആഗ്രഹങ്ങളും ചിന്തകളൊക്കെ വരും. അത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും അവിടെ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ നമ്മുടെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത വീണ്ടും കൂടാണ്. നെഫ്സ് പിന്നെ അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പം നമുക്ക് വളരെ ചെറിയൊരു ദുർബലനായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യത്തെ മാത്രമേ നമുക്കവിടെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ റമദാൻ മാസത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഹറാമിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വിട്ടു നിൽക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനും സാധിക്കും. കാരണം നമ്മളെ അതിൽ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ, ആ പ്രേരണകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് വേറൊരു മാസം കിട്ടില്ല. ഒരിക്കലും ഒരു മാസം, ഈ റമദാൻ മാസത്തിൽ ഈ ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മാസം തന്നെ അങ്ങനെ നിശ്ചയിച്ചത് നമുക്ക് ഗുണമാകാൻ വേണ്ടിയിട്ടാണ്. അവന്റെ റഹ്മത്തിന്റെ വിശാലത കാരണത്താൽ ഈ ഒരു മാസം നമ്മൾ ഈ ഒരു ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാനിൽ പ്രവേശിക്കണം. ഈ ചാൻസ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, ഇതിനി പിന്നെ കിട്ടൂല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞത്. എല്ലാം വൃത്തിയാക്കി, എല്ലാ കാര്യങ്ങളും തൗബ ചെയ്ത്, അത് പടപ്പുകളുമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പൊരുത്തപ്പെടിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇതിലേക്ക് കയറാൻ. പിന്നെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പൂർണ്ണമായി നമുക്ക് സാധിക്കുന്നതിന്റെ മാക്സിമം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പഠിപ്പിച്ചെന്താ? അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? നിറയ്ക്കാറുണ്ട്. ഒരു ഹൈറുകൾ, ഒരു അടിച്ചു വീശുന്ന കാറ്റ് ഒരു നാട്ടിന് എത്രത്തോളം ഹൈറുകൾ ഉണ്ടാക്കി കൊടുക്കുമോ അതിനേക്കാളും ഹൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് റമദാൻ മാസത്തിൽ ഉണ്ടാവാറുണ്ട്. അത്രയധികം നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ട്. അങ്ങനെ പരമാവധി നമുക്ക് കിട്ടുന്ന ഈ എളുപ്പം നമ്മളിങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ മുതലാക്കുക എന്ന് പറയാറ്. ഈ കിട്ടിയ എളുപ്പം ഇത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം, മുതലാക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ മെരുക്കിയെടുത്ത് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കൺട്രോളിലായി നമ്മുടെ നെഫ്സായി തീരണം. അങ്ങനെ ആയി തീർന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ നെഫ്സ് പിന്നെ ഹറാമുകളിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ വാജിബുകൾ ചെയ്യാനുള്ള മടിയോ അല്ലെങ്കിൽ അലംഭാവോ നമ്മുടെ നെഫ്സിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. വളരെ നല്ല രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. എന്ന് വെച്ചാല് നിങ്ങൾക്കറിയാലോ, റമദാൻ മാസത്തിൽ മാത്രമല്ല നമുക്ക് ഹറാമെന്ന് വിട്ടു നിൽക്കേണ്ടത്, എല്ലാ മാസത്തിലും വിട്ടു നിൽക്കണം. പക്ഷെ റമദാൻ മാസം എന്ന് പറയുന്നത്
ആ മാസത്തിൽ നമുക്ക് ഈ ഹറാം, മറ്റ് മാസങ്ങളിലെ ഹറാമിൽ വിട്ടു നിൽക്കാനുള്ള എനർജി നമ്മൾ സംഭരിക്കാനുള്ള സമയമാണ് ഈ റമദാൻ മാസം. നമ്മളിപ്പോ ഏതുപോലെ ഈ ഒട്ടകത്തിനെ പറ്റിയൊക്കെ പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുണ്ട്. ഒട്ടകം അതിന്റെ യാത്രക്കിടയിൽ എന്തെങ്കിലും വെള്ളമോ മറ്റ് ജലാശയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയത്തേക്ക്, ഒരു മാസത്തേക്കൊക്കെ സഞ്ചരിക്കാൻ ആവശ്യമായ വെള്ളം മുഴുവൻ ആ ഒരു ജലാശയത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഒട്ടകം മുഴുവൻ കുടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതേപോലെ നമുക്ക് മറ്റ് ഹറാമുകൾ വീഴാതിരിക്കാനുള്ള ഈമാനികമായിട്ടുള്ള കരുത്ത് ശേഖരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സമയമാണ് ഈ റമദാൻ മാസം. ഈ ഒരു ബോധ്യത്തോട്, ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിയണം. ഈ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റമദാന് വരവേൽക്കണം. ഇത് നമ്മുടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തന്ന വളരെ വലിയൊരു അനുഗ്രഹമാണെന്നും ഇതിനോളം പോകുന്ന ഒരു അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു മറ്റാർക്കും നൽകിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ഇതാണ് ഇത്ര നേരം പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷെ അതിനുശേഷം നോമ്പിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ്. അത് ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ ഇത്തരം സംസാരങ്ങളും പഠനങ്ങളൊക്കെ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.